സംസ്ഥാന കോൺഗ്രസ് വീണ്ടും പുകയുന്നു. KPCC അധ്യക്ഷ പദവി കെ സുധാകരൻ ഒഴിയേണ്ടതില്ലെന്ന തീരുമാനം വന്നതിന് പിന്നാലെയാണ് വിമർശനവുമായി ചാണ്ടി ഉമ്മൻ എത്തിയത്. കോൺഗ്രസിൽ ചിലരെ മാറ്റി നിർത്തുന്ന സമീപനം നേതാക്കൾ സ്വീകരിക്കുന്നുവെന്നാണ് ചാണ്ടി ഉമ്മൻ്റെ പരാതി. എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോയാൽ മതിയാവൂ, ആരെങ്കിലും തഴയപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ അത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ചാണ്ടി ഉമ്മൻ തുറന്നടിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുമതല നൽകാത്തതിൽ അടക്കമുള്ള അതൃപ്തി പരസ്യമാക്കിയാണ് പുതുപ്പള്ളി MLAയുടെ പ്രതികരണം. ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ചുമതലകൾ നൽകിയപ്പോൾ തനിക്ക് മാത്രം ഒന്നും നൽകിയില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ ഒന്നും പറഞ്ഞില്ല. ഇപ്പോഴും കൂടുതലൊന്നും പറയുന്നില്ല. ചിലരെ മാറ്റി നിർത്തുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് മാത്രമേ നേതാക്കളോട് പറയാനുള്ളൂ. കെ സുധാകരൻ്റെയും VD സതീശൻ്റെയും എല്ലാം നേതൃത്വത്തിൽ പാർട്ടി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ചിലർ മാറി നിൽക്കുകയും ചിലർ ഉൾപ്പെടാതെ വരികയും ചെയ്യുന്നു. അതിന് KPCC പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ല. സംഘടന പുനഃസംഘടിപ്പിക്കുമ്പോൾ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യമിട്ടുള്ള വിമർശനങ്ങളാണ് ചാണ്ടി ഉമ്മൻ നടത്തിയതെന്നാണ് വിലയിരുത്തൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ചാണ്ടി ഉമ്മൻ വിമതസ്വരം ഉയർത്തിയിരുന്നു. പാലക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയപ്പോൾ ഒപ്പം ചെല്ലാൻ ചാണ്ടി ഉമ്മൻ വിസമ്മതിച്ചതും കേരളം കണ്ടതാണ്. നേതൃത്വം നിലപാട് കടുപ്പിച്ചതോടെയാണ് പാലക്കാട് ഒരു ദിവസം പ്രചാരണത്തിന് ചാണ്ടി ഉമ്മൻ എത്തിയത്. കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ സജീവമായതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മൻ അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നത് എന്നതും ശ്രദ്ധേയമാണ്. പുറമേ ശാന്തമെങ്കിലും കേരളത്തിലെ കോൺഗ്രസിൽ പുകയുന്ന അസ്വാരസ്യങ്ങളുടെ സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. കോൺഗ്രസിൽ ഇത്തരം പ്രശ്നങ്ങൾ പതിവാണെങ്കിലും നേതൃത്വം അതിനെ ശക്തമായി നേരിടുകയായിരുന്നു ഇതുവരെയുള്ള രീതി. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടങ്ങി ഇപ്പോൾ പല കോണുകളിൽ നിന്നും വിമത ശബ്ദങ്ങൾ ശക്തമാവുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് പിന്നാലെ തന്നെ കോൺഗ്രസിൽ ഒരു പടപ്പുറപ്പാട് തുടങ്ങിയിരുന്നു. അത് KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും കെ സുധാകരനെ നീക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. കണ്ണൂരിൽ മത്സരിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി MM ഹസനെ ഏൽപ്പിച്ച KPCC പ്രസിഡന്റ് കസേര മടക്കി കിട്ടാൻ സുധാകരൻ കുറച്ചൊന്നുമല്ല വിയർക്കേണ്ടി വന്നത്. ഹൈക്കമാൻഡിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് സുധാകരൻ സ്ഥാനം തിരികെ വാങ്ങിയത്. സ്വന്തം നിലയ്ക്ക് വീണ്ടും ചുമതലയേൽക്കുകയും ചെയ്തു. അന്നു മുതൽ സുധാകരനെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങളായിരുന്നു സുധാകര വിരുദ്ധ ചേരി നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിൽ KPCC യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലക്ഷ്യമിട്ട് ഒരു സംഘം രംഗത്ത് വന്നിരുന്നു. സതീശൻ പങ്കെടുക്കാത്ത യോഗങ്ങളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കടുത്ത വിമർശനം ഉയർത്തി. കൂടാതെ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയും ചെയ്തു. ഇതിൽ സതീശൻ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെ സമീപിച്ചതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ചെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. അതിനിടയിൽ പല ഘട്ടങ്ങളിലായി സതീശനും സുധാകരനും തമ്മിലുള്ള അസ്വസ്ഥതകൾ വ്യക്തമാക്കുന്ന സംഭവങ്ങളുണ്ടായി. തൃശ്ശൂരിലെ തോൽവിയോടെ K മുരളീധരനും തരം കിട്ടുന്നിടത്ത് നേതൃത്വത്തെ ലക്ഷ്യമിടുന്ന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പുനഃസംഘടനാ ചർച്ച തുടങ്ങിയത് മുതൽ തന്നെ കെ സുധാകരനെ ലക്ഷ്യമിട്ട് ഒരു സംഘം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നോട്ട് വയ്ക്കുന്നത് സുധാകരൻ്റെ പ്രായാധിക്യവും അനാരോഗ്യവുമാണ്. ചെറുപ്പക്കാരൻ നേതൃത്വത്തിലേക്ക് വരണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതിനെ നേരിടാൻ സുധാകരന് രംഗത്ത് തന്നെയുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഉയർത്തുന്ന വിമത ശബ്ദം. ചെറുപ്പക്കാരുടെ ശക്തമായ നിരയുണ്ടെന്ന് അഭിമാനിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ ഉയർത്തുന്ന വിമർശനങ്ങൾ. കഴിഞ്ഞ കുറച്ചു നാളുകളായി അവഗണിക്കുകയാണെന്ന വികാരത്തിലായിരുന്നു ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടി വളർത്തിയെടുത്ത് കോൺഗ്രസിലെ A ഗ്രൂപ്പിനെ അപ്പാടെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ചാണ്ടി ഉമ്മനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഷാഫി പറമ്പിൽ ഒഴിഞ്ഞപ്പോൾ ചാണ്ടി ഉമ്മൻ ആ സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു. ചാണ്ടി ഉമ്മനെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു ചർച്ചയ്ക്ക് പോലും നേതൃത്വം ചാണ്ടി ഉമ്മനെ വിളിച്ചതുമില്ല. ഇതോടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥികളെ നിർത്തി. ഇത് കാര്യമായ ഗുണം ചെയ്തില്ല. മാത്രമല്ല, നേതൃത്വത്തിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്തു. ചാണ്ടി ഉമ്മനുമായി ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ തന്നെ കാര്യമായി പരിഗണിക്കുന്നില്ലെന്ന് ചാണ്ടി ഉമ്മന് ആദ്യം മുതൽ പരാതിയുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം കൂടി ഉണ്ടായതോടെ തനിക്കിനി കാര്യമായ പിന്തുണ ലഭിക്കില്ലെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ചാണ്ടി ഉമ്മൻ പരസ്യമായി വിമത ശബ്ദം ഉയർത്തി രംഗത്തെത്തിയിരിക്കുന്നത്.